വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. കോൺഗ്രസ് എം പി മുഹമ്മദ് ജാവേദാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. നിയമ ഭേദഗതി മുസ്ലിം വിഭാഗത്തിന്റെ അടിസ്ഥാന അവകാശങ്ങൾ ഇല്ലാതാക്കുന്നുവെന്നാണ് വാദം. AIMIM നേതാവ് ഒവൈസിയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആദ്യം തന്നെ ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായി തന്നെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ ഉള്ളൊരു സമീപനം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് വലിയൊരു അതൃപ്തി ക്രൈസ്തവ സംഘടനകൾക്കിടയിലെല്ലാം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ ബില്ലിനെതിരെ വഖഫ് ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയതിന് പിറകെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കോൺഗ്രസ് എം പി മുഹമ്മദ് ജാവേദ് നൽകിയിട്ടുള്ള ഹർജി ചൂണ്ടിക്കാണിക്കുമ്പോൾ വഖഫ് നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തെ വിവേചനമുണ്ടാക്കുന്നതും ഒപ്പം അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ ഇല്ലാതാക്കുന്നത് എന്ന വാദമാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ ഉയർത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി, കൂടാതെ ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26 എന്നിവയുടെ ലംഘനമാണ് നിയമ ഭേദഗതിയിലൂടെ ഉണ്ടായത് എന്ന വാദം മുഹമ്മദ് ജാവേദും കോൺഗ്രസും സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വയ്ക്കുമ്പോൾ ദേവിക ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ബില്ലിന്മേൽ അതല്ലെങ്കിൽ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, കോൺഗ്രസ് ആർക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കുകയാണ് പാർലമെന്റിൽ പുറത്തുകൂടി ചെയ്യുന്നത്. പാർലമെന്റിൽ നമുക്കറിയാം നിയമത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും എതിർത്തുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുകയുമാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. അതും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമി നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന സമരസമിതികൾ, അത് മുനമ്പത്ത് ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അസം ഉൾപ്പെടെയും വടക്കുകിഴക്കൻ മേഖലയിലും കൂടാതെ ലക്നൌവിലും കർണാടകയിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ കർഷകരും, തമിഴ്നാട്ടിൽ 1500-ലധികം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, ഒപ്പം മുനമ്പത്ത് 600-ലധികം കുടുംബങ്ങൾ, അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമി നഷ്ടപ്പെടും. വഖഫിന്റെ അധിനിവേശത്തിൽ അല്ലെങ്കിൽ വഖഫിന്റെ അനധികൃതമായിട്ടുള്ള ഭൂമി പിടിച്ചെടുക്കുന്ന ആ നയത്തിൽ ഭൂമി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ പ്രതിഷേധിക്കുന്നവർ കോൺഗ്രസിനോട് മാത്രമല്ല മുഴുവൻ എംപിമാരോടും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടും ആവശ്യപ്പെട്ടത് പാർലമെന്റിൽ ഈ ബില്ലിനോട് അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണം, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ അത് ചെവിക്കൊള്ളാനോ അത്തരത്തിൽ ആ വിഷയത്തെ നോക്കിക്കാണാനോ കോൺഗ്രസ് പാർലമെന്റിനകത്ത് ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, നിലവിൽ പാർലമെന്റിൽ ലോക്സഭയും രാജ്യസഭയും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഈ ബില്ല് പാസ്സാക്കിയപ്പോൾ ആ ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുസ്ലിമുകളുടെ അവകാശം ഇല്ലാതാക്കുന്നതാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലെന്ന അവകാശവാദമാണ് ഒവൈസിയും മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ചർച്ചകൾ ലോക്സഭയിൽ ഏകദേശം 14 മണിക്കൂർ നീണ്ടുവന്ന ചർച്ച, രാജ്യസഭയിൽ 12 മണിക്കൂർ നീണ്ടുവന്ന ചർച്ചകളിൽ ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെ ഭരണപക്ഷത്തെ നിരവധി കേന്ദ്ര മന്ത്രിമാരും നേതാക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നു. വഖഫ് നിയമ ഭേദഗതി ഒരു മതത്തിനും എതിരല്ല എന്നും വഖഫ് ബോർഡ് എന്നുള്ളത് ഒരു മതസ്ഥാപനം തന്നെയല്ല എന്നും ഒപ്പം ഈ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം അനധികൃതമായിട്ടുള്ള ഭൂമി പിടിച്ചെടുക്കലും ഒപ്പം വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമാണ് ഈ ബില്ലും നിയമ ഭേദഗതിയും കൊണ്ടുവരുന്നത് എന്ന് വ്യക്തമാക്കുമ്പോഴും ആ ബില്ലിനെ എതിർക്കുന്ന സമീപനമാണ്. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് എത്തിയാൽ പോലും രാജ്യത്തെ നിയമനിർമ്മാണ സഭ പാസ്സാക്കിയിട്ടുള്ള നിയമത്തിനെതിരെ അല്ലെങ്കിൽ അത് സ്റ്റേ ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കോ അത്തരത്തിലേക്കുള്ള നടപടി സ്വീകരിക്കാനോ സുപ്രീം കോടതിക്ക് സാധിക്കില്ല. പക്ഷേ കേസിൽ വാദം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദേവിക. ശരി ജിഷ്ണു.